ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ലൈനിങ് ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. മെയിൻ ക്ലോത്തിനായിട്ട് ഞാൻ ഈ തുണിയാണ് എടുത്തേക്കുന്നത്. ഇതൊരു സാരിയാണ്. ലൈനിങ്ങിനായിട്ട് കോട്ടൺ ക്ലോത്താണ് എടുത്തേക്കുന്നത്. ആദ്യം നമുക്ക് ലൈനിങ് ക്ലോത്തിലേക്ക് അളവുകൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് തുണി മടക്കിയിട്ട് അളവുകൾ മാർക്ക് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. ലൈനിങ് ക്ലോത്തിലാണ് നമ്മൾ അളവുകൾ ആദ്യം മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്തതിന് ശേഷമാണ് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്നത്. ലൈനിങ് ക്ലോത്ത് ആദ്യം നമുക്ക് മടക്കിയിട്ടെടുക്കാം. ഇവിടെ ഞാൻ ലൈനിങ് ക്ലോത്ത് ഒന്ന് നിവർത്തിയിട്ട് നിങ്ങളെ കാണിക്കുവാണ് എങ്ങനെയാണ് മടക്കിയിടേണ്ടതെന്ന്. ഇതിപ്പം നമ്മൾ ലൈനിങ് ക്ലോത്ത് മേടിക്കുമ്പോഴേ ഇങ്ങനെ വീതി വശത്തേക്ക് ഇതുപോലെ മടക്കി ഇട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ വീതി വശത്തേക്ക് ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് എത്രയാണോ ലൈനിങ് ക്ലോത്തിന് ലെങ്ത് വേണ്ടുന്നത് ആ ലെങ്തിൽ നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് ഒന്നുകൂടെ നീളത്തിൽ രണ്ടായിട്ട് മടക്കി, അങ്ങനെ നമ്മളിപ്പോൾ 4ആയിട്ട് മടക്കിയിട്ടേക്കുവാണ്. ഞാൻ കാണിച്ചപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഒപ്പത്തിന് നമുക്ക് ലൈനിങ് ക്ലോത്ത് ഒരുപോലെ വരുന്ന രീതിയിലൊന്ന് മടക്കിയിട്ടെടുക്കാം. ചുളിവുകളൊന്നുമില്ല. ഞാനിപ്പോൾ അയൺ ചെയ്തൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ലൈനിങ് ക്ലോത്ത് നല്ല രീതിയിൽ അയൺ ചെയ്തതിന് ശേഷം മടക്കിയിട്ടെടുക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇവിടെ ഞാൻ അയൺ ചെയ്തൊന്നും എടുത്തിട്ടില്ല. ഞാനിവിടെ ചുളിവുകളെല്ലാം കൈകൊണ്ടൊന്ന് തേച്ച് ഒരേ ലെവലിൽ രണ്ട് വശവും മടക്ക് വശവും ഒരുപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. ഇതിന് ശേഷം നമുക്ക് ലെങ്ത്, ലൈനിങ് ക്ലോത്തിൻ്റെ ലെങ്താണ് നോക്കേണ്ടത്. അതിന് ശേഷമാണ് നമ്മൾ ഷോൾഡറും മറ്റേ ചെസ്റ്റും എല്ലാം മാർക്ക് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ലൈനിങ് ക്ലോത്തിൻ്റെ ലെങ്ത് നോക്കാം. നമുക്ക് ചുരിദാറിന് വേണ്ടുന്ന ലെങ്ത് എത്രയാണോ അതിൽ നിന്ന് 3 ഇഞ്ച് കുറച്ചാണ് നമ്മൾ ലൈനിങ് ക്ലോത്തിൻ്റെ തുണി എടുക്കേണ്ടത്. സ്റ്റിച്ച് ചെയ്തെല്ലാം നമുക്ക് കറക്റ്റ് ചുരിദാറിന് വേണ്ടുന്ന ലെങ്ത് എത്രയാണോ അതിൽ നിന്ന് 3 ഇഞ്ച് കുറച്ച്. എനിക്കിവിടെ ചുരിദാറിന് വേണ്ടുന്ന ലെങ്ത് 42 അതിൽ നിന്ന് 3 ഇഞ്ച് കുറച്ച് ഞാനിവിടെ 39 ഇഞ്ച് ലെങ്തിലുള്ള ലൈനിങ് ക്ലോത്താണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ ചുരിദാറിൻ്റെ ലെങ്ത് എത്രയാണോ അതിൽ നിന്ന് 3 ഇഞ്ച് കുറച്ച് വേണം നിങ്ങൾ ലൈനിങ് ക്ലോത്തിൻ്റെ ലെങ്ത് എടുക്കാനായിട്ട്. ഞാനിവിടെ 39 ഇഞ്ച് മുകളിൽ നിന്നും ടേപ്പ് വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്, ചോക്ക് വെച്ച്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണത് അതിൽ നിന്ന് 3 ഇഞ്ച് കുറച്ച് വേണം ചുരിദാർ ലൈനിങ് ക്ലോത്തിൻ്റെ ലെങ്ത് എടുക്കാനായിട്ട്. നിങ്ങളുടെ സ്റ്റിച്ച് ചെയ്തെല്ലാം ചുരിദാറിന് വേണ്ടുന്ന ലെങ്ത് നമ്മളിപ്പോൾ ബോഡിയിൽ നിന്ന് അളവെടുത്തല്ലോ, എത്ര 40 ആണെങ്കിൽ 40-ൽ നിന്നും 3 ഇഞ്ച് കുറച്ച് വേണം നമ്മൾ ലൈനിങ് ക്ലോത്തിൻ്റെ ലെങ്ത് എടുക്കാനായിട്ട്. ഞാനിവിടെ രണ്ട് സൈഡിലും 39 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒന്ന് ഒരു ലെവലാക്കി ഒരു ലൈൻ വരച്ചു കൊടുക്കുവാണ്. അതിനുശേഷം നമുക്ക് ആ എക്സ്ട്രാ നിൽക്കുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇവിടെ എനിക്കിപ്പോൾ ഒത്തിരി അധികം വന്നിട്ടില്ല. നിങ്ങൾ കറക്റ്റ് ഒത്തിരി ലൈനിങ് ക്ലോത്ത് ഒത്തിരി ലെങ്തിലുള്ളതാണെങ്കിൽ കറക്റ്റ് അളവ് നോക്കി കട്ട് ചെയ്ത് എടുക്കണം. ഇവിടെ ഇപ്പോൾ എനിക്ക് ഒരുപാട് ലെങ്ത് അധികം വന്നിട്ടില്ല. അത് കുറച്ചൊരു 1 ഇഞ്ച് 2 ഇഞ്ച് അധികം വന്നിട്ടുള്ളൂ. അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇങ്ങനെ നമ്മൾ ലൈനിങ് ക്ലോത്തിൻ്റെ ലെങ്ത് ആദ്യം എത്രയാണെന്ന് നോക്കി ലെവൽ ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷമാണ് ബാക്കി അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എനിക്ക് വേണ്ടുന്ന ആവശ്യത്തിനുള്ള ലെങ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ ആദ്യം കാണിച്ചവിടെ മടക്ക് വശവും ഇവിടെ ഓപ്പൺ സൈഡുമാണ് വരുന്നത്. ഇവിടെ 4 പീസാണ് വരുന്നത്. ഞാൻ തിരിച്ച് ഒന്നിട്ട്, കാരണം നിങ്ങൾക്ക് മാർക്ക് ചെയ്യുമ്പോൾ മറ്റേ അപ്പുറത്ത് നിന്ന് മാർക്ക് ചെയ്യുമ്പോൾ ചോക്കിൻ്റെ മാർക്കൊന്നും തുണിയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ വശത്തേക്കൊന്ന് ലൈറ്റിൻ്റെ വശത്തേക്ക് നീക്കിയിട്ട് വീഡിയോ എടുക്കുവാണ്. ഇപ്പോൾ ഇവിടെ മടക്ക് വശമാണ്. നമ്മൾ മടക്ക് വശത്ത് നിന്നുമാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പെയൊക്കെ ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടില്ല, ഇവിടെ മടക്ക് വശമാണ്. മടക്ക് വശത്ത് നിന്ന് നമുക്ക് ഷോൾഡർ എത്രയാണോ, ഞാനിവിടെ എക്സ്ട്രാ സ്മോൾ സൈസിലുള്ള ഒരു ചുരിദാറിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത്. 32 ചെസ്റ്റൊക്കെ വരുന്ന ഒരു ചുരിദാറിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത്. 6 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് മടക്ക് വശത്ത് നിന്ന്, പിന്നെ ആം ഹോളിൻ്റെ ലെങ്തും ഷോൾഡർ മാർക്ക് ചെയ്ത് അതേ 6 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തു. പിന്നെ കറക്റ്റ് അവിടുത്തെ വീതി തന്നെ നമ്മൾ ആ ആം ഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് അവിടെയും കിട്ടാനായിട്ട് 6 ഇഞ്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്ത്
പിന്നീട് നീട്ടി നമുക്ക് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാനായിട്ട് നീട്ടി എൽ ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കുള്ളൂ. അവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കവിടെ സ്കെയിൽ വെച്ചൊന്ന് എൽ ഷേപ്പിൽ നമ്മളിപ്പോൾ വരച്ച പോയിൻറ്റുകളെല്ലാം ചേർത്ത് എൽ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുവാണ്. നമ്മൾ ഷോൾഡർ എത്രയാണ് മാർക്ക് ചെയ്തത് അത് തന്നെയാണ് ആം ഹോളിൻ്റെ ലെങ്തായിട്ട് മാർക്ക് ചെയ്യുന്നത്. അത് അല്ലാതെ വരുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോ വളരെ ഡീറ്റെയിൽഡായിട്ട് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് നമ്മളിവിടെ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ എൽ ഷേപ്പിൽ വരച്ച് അവിടെയായിട്ട് ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 1/2 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് മാർക്ക് ചെയ്തു. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ആം ഹോൾ ലെങ്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അതിൻ്റെ പകുതിയായ 3 ഇഞ്ചിലൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ ആദ്യം മാർക്ക് ചെയ്ത പോയിൻറ്റും ഈ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തതും കൂടെ വരുന്ന രീതിയിൽ ഫ്രഞ്ച് കർവ് വെച്ച് നമുക്ക് ആം ഹോൾ കർവ് വരച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ആം റൗണ്ട് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മളിതുപോലെ ഒന്ന് അളന്ന് നോക്കണം. എനിക്കിവിടെ 7.5 ഇഞ്ചാണ് വരേണ്ടത്. കറക്റ്റ് 7.5 ഇഞ്ച് വരുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് നമ്മളിവിടെ 1/2 ഇഞ്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ ഇവിടെ നിന്ന് ഫുള്ള് ആം റൗണ്ട് ഒന്ന് അളന്ന് നോക്കുവാണ്. എനിക്കിവിടെ 7.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അതിനുശേഷം നമുക്കിനി ഹിപ്പ് ലെങ്ത്, അതായത് സ്ലിറ്റ് ലെങ്താണ് അടുത്ത മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എത്രയാണോ സ്ലിറ്റ് ലെങ്ത് വരുന്നത് അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ആഡ് ചെയ്ത് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇവിടെ 19 ഇഞ്ചാണ് സ്ലിറ്റ് ലെങ്ത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 19.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കാരണം സ്ലിറ്റ് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് പോകും. അതുകൊണ്ടാണ് നമ്മൾ സ്ലിറ്റ് ലെങ്തിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 19.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നമുക്കൊരു ലൈൻ വരച്ച് കൊടുക്കാം. അവിടെയാണ് നമ്മൾ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ 19 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 19.5 ഇഞ്ച് ലെങ്ത് ഷോൾഡറിൻ്റെ മുകളിൽ നിന്ന് ടേപ്പ് വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എത്രയാണോ ഹിപ്പ് റൗണ്ട് അതിൻ്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സ്ലിറ്റ് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് 1 ഇഞ്ച് കൊടുത്താൽ മതി. എന്നാൽ നമ്മൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെയും വേസ്റ്റിൻ്റെ അവിടെയൊക്കെ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് കറക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഹിപ്പ് റൗണ്ടും ചെസ്റ്റ് റൗണ്ടും തമ്മിലുള്ള ലെങ്ത് എത്രയാണെന്ന് നോക്കിയതിന് ശേഷം അതിൻ്റെ പകുതി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അവിടെയാണ് നമ്മൾ വേസ്റ്റ് ലെങ്തായിട്ട് കരുതുന്ന അവിടെയാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബോഡിയിൽ നിന്നും വേസ്റ്റ് ലെങ്ത് അളന്നെടുത്തതിന് ശേഷം നമുക്ക് അവിടുത്തെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് തയ്യൽ തുമ്പിനായിട്ട് 1.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത പോയിൻറ്റുകൾ വരച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് കൈകൊണ്ട് വരച്ചെടുക്കാം, അല്ലെങ്കിൽ ഷേപ്പ് സ്കെയിലൊക്കെ ഉപയോഗിച്ച് നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഈ ഷേപ്പ് സ്കെയിൽ ഉപയോഗിച്ച് ആദ്യം ഉള്ള ചെസ്റ്റിൻ്റെ അവിടെ നിന്നും വേസ്റ്റിൻ്റെ അവിടത്തേക്കുള്ള പോയിൻറ്റുകൾ ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ചതിന് ശേഷം വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഹിപ്പിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്ത ആദ്യത്തെ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റ് യോജിപ്പിച്ച് വരച്ച് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള പോയിൻ്റാണ്. പിന്നീട് എക്സ്ട്രാ ആയിട്ട് തയ്യൽ തുമ്പിനായിട്ട് വിട്ടിട്ടുള്ള പോയിൻറ്റുകൾ യോജിപ്പിച്ച് വരച്ചെടുക്കുവാണ്. ഇത് നമുക്ക് തയ്യൽ തുമ്പിനായിട്ടാണ് നമ്മൾ 1.5 ഇഞ്ചൊക്കെ വിട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ബോട്ടം വിഡ്ത്ത് എത്രയാണെന്നൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ മാർക്ക് ചെയ്തില്ലേ, ഹിപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് തയ്യൽ തുമ്പ് ലൂസും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ മാർക്ക് ചെയ്ത് എത്രയാണ് അളവെന്നൊന്ന് നോക്കണം. ഫുൾ അളവ് അവിടുത്തെ മൊത്തം അളവ് എത്രയാണെന്ന് നോക്കി അതൊന്ന് നമുക്ക് ആദ്യം താഴ്വശത്ത് ബോട്ടം വിഡ്ത്തായിട്ട് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നീട് തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ഞാൻ അടുത്ത് വെച്ചൊന്ന് ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഹിപ്പ് മാർക്ക് ചെയ്തല്ലോ, ഹിപ്പ് റൗണ്ടും ലൂസും തയ്യൽ തുമ്പിനും എല്ലാം കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് അവിടുത്തെ വീതി എത്രയാണെന്ന് നമ്മൾ ടേപ്പ് വെച്ചൊന്ന് അളന്ന് നോക്കണം.
അതിനുശേഷം ആ അളവ് നമ്മളിപ്പം ടേപ്പ് വെച്ച് അളന്ന് നോക്കുവാണ്. അത് എത്രയാണോ കിട്ടുന്നത് അത് തന്നെ കറക്റ്റ് താഴ്വശത്ത് വീതിയായിട്ട് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് പിന്നീട് തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. 1 ഇഞ്ച് നമ്മൾ സ്ലിറ്റ് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1 ഇഞ്ച് കൊടുക്കുന്നത്. പിന്നീട് ആദ്യത്തെ പോയിൻറ്റുകൾ തമ്മിൽ നമ്മൾ യോജിപ്പിച്ച് വരച്ച് കൊടുക്കണം. പിന്നീട് എക്സ്ട്രാ ആയിട്ട് നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അതും കൂടെ യോജിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ ബോട്ടം വിഡ്ത്തും മാർക്ക് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഭാഗത്ത് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ ഇവിടെ വരച്ചേക്കുന്ന ബാക്ക് ആം ഹോളാണ്. ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വരച്ച് കൊടുക്കാനായിട്ട് നമുക്ക് ആ കോൺ ഷേപ്പ് വരുന്നുണ്ടല്ലോ അവിടെയായിട്ട് 1/2 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ആ മാർക്ക് ചെയ്ത പോയിൻ്റ് നമുക്ക് കൈകൊണ്ട് വേണമെങ്കിലും വരച്ചെടുക്കാവുന്നതാണ്. ഈ ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ നമ്മൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 ലൂസും ആദ്യം മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്നും 1/2 ഇഞ്ചിലേക്ക് ഉള്ളിലേക്ക് കുഴിച്ച് മാർക്ക് ചെയ്ത് ഒന്ന് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ലൈനിങ്ങിൽ അളവുകളെല്ലാം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ ആം ഹോളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നീട് ബാക്ക് പീസ് മാറ്റി വെച്ചതിന് ശേഷമാണ് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒന്നിച്ചിരിക്കുവാണ്. അതൊന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരച്ചത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ നമ്മളിപ്പം ഇത് ബാക്ക് പീസും ഇത് ബാക്ക് പീസാണ്, ഇത് ഫ്രണ്ട് പീസ്. ഇത് ബാക്ക് പീസ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി ഫ്രണ്ട് ആം ഹോൾ നമ്മൾ കുഴിച്ച് വരച്ച് കൊടുത്തല്ലോ, അതിലൂടെ നമുക്ക് 1/2 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഫ്രണ്ട് ആം ഹോളും കുഴിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് വേണം, ഈ ബാക്ക് പീസ് വെച്ച് വേണം നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. സ്ലീവിന് നമ്മളിവിടെ ലൈനിങ് ഉപയോഗിക്കുന്നില്ല. ഈ ബാക്ക് പീസ് വെച്ച് വേണം നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാനായിട്ട്. മെയിൻ ക്ലോത്ത് നമുക്ക് 4ആയിട്ട് മടക്കിയിട്ട് അത് നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ ലെങ്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ലൈനിങ്ങിനെക്കാട്ടിലും നമ്മൾ ലെങ്ത് കൂടുതലാണ് മെയിൻ ക്ലോത്തിന് എടുക്കുന്നത്. എത്രയാണോ നമ്മുടെ ലെങ്ത് അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, ബോഡിയിൽ നിന്ന് നമ്മളിപ്പോൾ 40 ഇഞ്ച് ലെങ്ത് എടുത്തെങ്കിൽ അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് വേണം നമ്മൾ മെയിൻ ക്ലോത്തിൽ കട്ട് ഇതെടുക്കാനായിട്ട്. ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലെങ്ത്. ഇവിടെ 42 ഇഞ്ചാണ്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 43.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ആ ലൈനിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുക്കാനായിട്ട്. ലൈനിങ് ക്ലോത്ത് കുറവായിരിക്കും മെയിൻ ക്ലോത്തിനെക്കാട്ടിലും. ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് ലൈനിങ് ക്ലോത്തിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എക്സ്ട്രാ ആയിട്ട് കുറച്ച് മെയിൻ ക്ലോത്ത് നിന്നാലും കുഴപ്പമില്ല, കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് എക്സ്ട്രാ നിൽക്കുന്ന മെയിൻ ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ലൈനിങ് ക്ലോത്തിനെക്കാട്ടിലും കുറവ് വരരുത് മെയിൻ ക്ലോത്ത്, കാരണം നമ്മൾ കറക്റ്റ് അളവിലാണ് ഇപ്പോൾ ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ ഇതിനെക്കാട്ടിലും കുറച്ച് അളവിലാണ് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കൂടെ ഒന്നിച്ച് എത്താതെ വരാനുണ്ട്. അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് എക്സ്ട്രാ നിൽക്കുന്ന രീതിയിൽ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്താലും കുഴപ്പമില്ല. പിന്നീട് സ്റ്റിച്ച് ചെയ്തെല്ലാം നമ്മൾ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കൂടെ യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എക്സ്ട്രാ നിൽക്കുന്ന കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അങ്ങനെ നമ്മളിവിടെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബാക്ക് പീസ് വെച്ചാണ് നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്നത്, കാരണം ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തേക്കുന്നത് കൊണ്ടാണ് നമ്മൾ ബാക്ക് പീസ് വെച്ച് കട്ട് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് എല്ലാത്തിൻ്റെയും ആ നെക്കിൻ്റെ ഭാഗം വരുന്നിടത്തെല്ലാം നമുക്ക് ഓരോ കട്ടിട്ട് കൊടുക്കാം, സെൻറ്റർ ഭാഗം അറിയാനായിട്ടാണ്. അങ്ങനെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെയും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് ലൈനിങ് ക്ലോത്താണ്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ആം റൗണ്ട് ഒന്ന് അളന്ന് നോക്കണം.
സ്ലീവ് കട്ടിങ്ങിൻ്റെയൊക്കെ വീഡിയോ മാത്രം, സ്ലീവ് കട്ടിങ് എന്ന് പറഞ്ഞ് മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. നമ്മൾ ബാക്ക് പാർട്ട്, ലൈനിങ് പാർട്ടിൻ്റെ ബാക്ക് പാർട്ട് എടുത്തതിന് ശേഷം ആം റൗണ്ട് ഒന്ന് അളന്ന് നോക്കും. അതിന് ശേഷം നമ്മൾ മുകളിൽ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം, നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ബാലൻസ് ആം റൗണ്ട് ഒന്ന് അളന്ന് നോക്കും. എത്രയാണോ വരുന്നത് അതിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് കുറച്ചാണ് നമ്മൾ സ്ലീവിൻ്റെ തുണി എടുക്കുന്നത്. ഇങ്ങനെ അളന്ന് നോക്കി എത്രയാണ്, ഇപ്പോൾ ഇവിടെ 9.5 ഇഞ്ചാണ് കിട്ടിയെങ്കിൽ നമ്മൾ തുണി 4ആയിട്ട് മടക്കി ഇട്ടെടുക്കുമ്പോൾ അതിൻ്റെ വീതി എന്ന് പറയുന്നത്, തുണിയുടെ വീതി വരുന്നത് ഒരു 8.5 ഇഞ്ചൊക്കെ വേണം. 8.5ക്കാട്ടിലും കുറവ് വരരുത്, കാരണം നമുക്ക് സ്ലീവ് എത്താതെ വരും. ഒരു 9.5 ആണെങ്കിൽ ഒരു 8.5 8.25 വേണം. നമ്മളിവിടെ അളന്ന് നോക്കിയതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ തുണി 4ആയിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ സ്ലീവും കൂടെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ തുണി ആദ്യം 2ആയിട്ടൊന്ന് മടക്കി ഇട്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കി ഇട്ടെടുക്കുവാണ്. ഇവിടെ ഞാൻ താഴ്വശത്ത് ഈ ബോർഡർ വരുന്ന രീതിയിലാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ആം റൗണ്ട് അളന്നെടുത്ത് ആ വീതിയിൽ വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. സ്ലീവിൻ്റെ ലെങ്ത് ഇവിടെ എത്രയാണോ ലെങ്ത് അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ 1/2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുന്നുള്ളൂ. കാരണം ഷോൾഡറിൻ്റെ ഭാഗം മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ, താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല, അവിടെ ആ ബോർഡർ വരുന്നതുകൊണ്ട്. അങ്ങനെ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് അവിടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് കറക്റ്റ് നമ്മുടെ ആം റൗണ്ടിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം 3.5 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തെടുത്ത് പിന്നീട് നമ്മളവിടെ ഒരു സ്ലീവിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. വളരെ ഡീറ്റെയിൽഡായിട്ട് സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. പിന്നെ ബോട്ടം വിഡ്ത്തും താഴത്തെ വീതിയും തയ്യൽ തുമ്പിനായിട്ട് 1.5 ഇഞ്ചും കൂടെ വീതി മാർക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ സ്ലീവ് അളവിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. നമ്മൾ ആദ്യം നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ക്യാൻവാസിലല്ല നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്, ക്യാൻവാസ് ഉപയോഗിച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ നോർമലായിട്ട് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ക്യാൻവാസ് ഒന്നും ഇല്ലാതെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ലൈനിങ് ക്ലോത്തിലേക്കാണ് നെക്കിൻ്റെ വിഡ്ത്തും ലെങ്തും എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഒരു ഒതുങ്ങിയ വി ഷേപ്പിലുള്ള നെക്കാണ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ 2.5 ഇഞ്ച് നെക്ക് വിഡ്ത്തും 6 ഇഞ്ച് നെക്ക് ലെങ്തും മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു ബോക്സ് പോലെ വരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നെക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് അവിടെ നിന്നും ചരിച്ചൊരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ഇഞ്ച് വെളിയിലേക്കൊന്ന് മാർക്ക് ചെയ്ത് അവിടെ ഒരു വി ഷേപ്പ്, കറക്റ്റ് വി അല്ല, ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന ഒരു വി ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഒരു സൈഡിലാണ് മാർക്ക് ചെയ്തേക്കുന്നത്, അത് അപ്പുറത്തേക്കും കൂടെ കിട്ടാനായിട്ട് ലൈനിങ് ക്ലോത്ത് നിവർത്തിയിട്ട് നമ്മൾ ഓപ്പോസിറ്റ് വശത്തേക്കൊന്ന് മടക്കി കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ വരച്ച ചോക്കിൻ്റെ പാട് മറുപുറത്തും കിട്ടുന്നതാണ്. അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ക്യാൻവാസ് ഒന്നും ഇല്ലാതെ
വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ വീട്ടിലൊക്കെ ഇടുന്ന ഡ്രസ്സിലൊക്കെ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ക്യാൻവാസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇത്തരത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ തെളിച്ചൊന്നുകൂടെ ചോക്കിൻ്റെ പാട് വരച്ചതിന് ശേഷം ഇനി നമുക്ക് മെയിൻ ക്ലോത്തിലേക്ക് ഈ ലൈനിങ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശമാണ് ഇവിടെ മുകളിൽ വരുന്ന രീതിയിൽ നമ്മൾ നിവർത്തി ഇട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ലൈനിങ് ക്ലോത്തിൻ്റെയും നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ ലൈനിങ് ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ രണ്ടും ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ മാർക്ക് ചെയ്തതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 ഇഞ്ച് നിർത്തിയതിന് ശേഷം ബാലൻസ് ഉള്ള പീസ് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അതിനുശേഷം നമുക്ക് സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം ചെറിയ ചെറിയ കട്ടിങ് ചുറ്റിനും നെക്കിൻ്റെ ഭാഗത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ലൈനിങ് ക്ലോത്ത് ഉള്ളിലേക്ക് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഒന്ന് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കൂടെ ചേർത്ത് വെച്ച് ആം ഹോളിൻ്റെ ഭാഗവും എല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നീട് ലൈനിങ് ക്ലോത്തിൻ്റെ താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുകയും കൂടെ ചെയ്യണം. 1/2 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആം ഹോളിൻ്റെ ഭാഗവും സൈഡെല്ലാം കൂട്ടി യോജിപ്പിച്ചെടുക്കണം. ഇത് ഫ്രണ്ട് പീസാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഫ്രണ്ട് പീസിലെ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ നിൽക്കുന്ന പീസ് മെയിൻ ക്ലോത്തിൻ്റെത് കട്ട് ചെയ്ത് മാറ്റണം. ഇനി ബാക്ക് പീസിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ലൈനിങ് പീസിലേക്ക് നെക്കിൻ്റെ വിഡ്ത്തും ലെങ്തും എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച്, നെക്ക് ലെങ്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു ബോക്സ് പോലെ വരച്ച് അവിടെ നമ്മൾ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ബാക്ക് നെക്ക് റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. നേരത്തെ ഫ്രണ്ട് പീസിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ഈ ചോക്കിൻ്റെ പാട് മറുപുറത്തേക്ക് വരുന്നതിനായിട്ട് തിരിച്ചിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് തെളിച്ചൊന്നുകൂടെ വരച്ചെടുത്ത്
മെയിൻ ക്ലോത്തുമായിട്ട് വെച്ച് അറ്റാച്ച് ചെയ്തതിന് ശേഷം ആ നെക്ക് വരച്ചതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് 1/4 ഇഞ്ച് വിട്ട് ചുറ്റിനും കട്ട് ചെയ്ത് കളയുവാണ് ബാലൻസ് ഉള്ള പീസ്. അതിനുശേഷം ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ടിങ് ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നീട് നമുക്കിനി ഷോൾഡറും ജോയിൻറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ബാക്ക് പീസിനെ ഇങ്ങനെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒന്ന് വിടർത്തി 2 സൈഡിലേക്ക് ഇട്ടതിന് ശേഷം ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് പിന്നീട് ലൈനിങ് പീസ് അതിൻ്റെ പുറത്തേക്ക് വെച്ച് 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ അടുത്ത ഷോൾഡർ നമ്മളിങ്ങനെ നിവർത്തി ഇട്ടതിന് ശേഷം ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ചേർന്ന് വന്ന് ലൈനിങ്ങും ഒരുപോലെ വരുന്ന രീതിയിൽ ആ സ്റ്റിച്ചിനോട് ചേർത്ത് വെച്ച് ഇത് 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിവിടെ ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് തയ്യൽ തുമ്പ് വെളിയിൽ കാണാത്ത രീതിയിലാണ് നമ്മളിവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, പുറമേ ഉള്ളിൽ നമ്മൾ ലൈനിങ് എടുത്ത് നോക്കിയാലും തയ്യൽ തുമ്പ് കാണാനൊക്കില്ല. ലൈനിങ് പീസിൻ്റെയും മെയിൻ പീസിൻ്റെ ഉള്ളിലായിട്ടാണ് തയ്യൽ തുമ്പ് വരുന്നത്. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ നെക്കിൻ്റെ ഭാഗം ഒന്ന് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ലൈനിങ് പീസിൻ്റെ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്ത് സൈഡും സ്റ്റിച്ച് ചെയ്ത് ബാലൻസ് ഉള്ള പീസ് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ബോഡി പാർട്ടുമായിട്ട്. നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വിട്ട സ്ലീവിൻ്റെ ഭാഗവും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ 2 സ്ലീവും ജോയിൻറ്റ് ചെയ്തെടുക്കണം. സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പിന്നീട് അപ്പുറത്തെ വശത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കറക്റ്റ് സെൻറ്ററിൽ സ്ലീവിൻ്റെ സെൻറ്റർ ഷോൾഡറിൻ്റെ സെൻറ്റർ ആ സ്റ്റിച്ച് വന്ന ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്താണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഒരു വശത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് പിന്നീട് അപ്പുറത്തെ ബാലൻസും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ 2 സ്ലീവും ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡ് തൊട്ട് സ്ലിറ്റിൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളത്, നമ്മളിവിടെ 1.5 ഇഞ്ചാണ് വിട്ടിട്ടുള്ളത്. നിങ്ങൾ എത്രയാണോ വിടുന്നത് അതനുസരിച്ച് തയ്യൽ തുമ്പ് വിട്ടത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ മാർക്ക് ചെയ്തതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പിനായിട്ട് വിട്ടിട്ടുള്ളത്. അങ്ങനെ 2 വശത്തും മാർക്ക് ചെയ്ത് നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം വരെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തണം. പിന്നീട് സ്ലിറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അങ്ങനെ ഇവിടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 2 സ്ലിറ്റും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ സ്ലിറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ.